സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത്. ഒത്തിരി അയ്യപ്പൻ്റെ വിഷയങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഇടയിലാണ് ഇന്ന് അയ്യപ്പൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് BJPക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരമൊക്കെ ചെയ്തു. വളരെ ആവേശഭരിതമായിട്ടുള്ള സമരമായിരുന്നു. ഒത്തിരി പേരുടെ പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഒത്തിരി ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ BJP ഒരു പ്രതികരണം ഇന്ന് കാഴ്ചവെച്ചു. അത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഇത് മിനിഞ്ഞാന്നൊക്കെ നമ്മൾ പറഞ്ഞു BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അത് ഇവിടുത്തെ BJPക്കാരില്ല, കേന്ദ്ര നേതൃത്വമായിട്ട് എന്നൊക്കെ നമ്മൾ സംശയിച്ചപ്പോഴാണ് ഇവിടെ ഇന്ന് ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് നടന്നു. നമ്മളന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയന് വിദേശത്ത് പോകാനുള്ള യാത്രാനുമതി നിഷേധിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പറഞ്ഞു 14-ാം തീയതി തൊട്ട് പുള്ളിക്ക് പോകാനായിട്ടുള്ള അനുമതി ഏകദേശം ആയിട്ടുണ്ട്, നിഷേധിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ BJPക്കാർ ഇവിടെ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കിയത്. അപ്പം നല്ല കാര്യം, ഇവിടുത്തെ BJPക്കാരെങ്കിലും ആത്മാഭിമാനമുള്ളവരാണെന്ന് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് പാലക്കാട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസ്സുകാർ എല്ലാം പുള്ളിയെ സസ്പെൻഷൻ നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്ന് അവിടെ പാലക്കാട്ട് ഒരു റോഡ് ഉദ്ഘാടനത്തിന്, അത് നേരത്തെ 3-4 പരിപാടി ചെയ്തതൊക്കെ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഇന്ന് ഫ്ലക്സ് ബോർഡ് രാവിലെ വെച്ചിട്ടാണ് പുള്ളി പോയത്. പുള്ളിയും പ്രതിഷേധിക്കാനായിട്ട് DYFIക്കാരും BJPക്കാരും ഒക്കെ അവിടെ വന്നു. ഏതായാലും പുള്ളിയുടെ കാരണം പ്രതിഷേധമൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ആ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ കണ്ട കാഴ്ച, അവിടുത്തെ നാട്ടുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരിച്ച രീതി, ഇതുപോലാണൊരു ജനകീയ നേതാവ് വേണ്ടത്. അവിടുത്തെ ആൾക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണം, മറ്റുള്ളവർക്കാണ് വേണ്ടാത്തത്. ഇതുപോലൊരു നേതാവിനെ അവർക്ക് ആവശ്യമുണ്ട് എന്നവർ വിളിച്ചു പറയുന്ന രീതിയിലായിരുന്നു അവരുടെ ആ പ്രകടനങ്ങൾ. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഈ ചാനൽ ചർച്ചകളിലൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥ കാര്യങ്ങൾ. നടക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഇതൊക്കെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.